ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിക്കവരും യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും ബെൻസോയിൽ പെറോക്സൈഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് മിക്കവർക്കും കൺഫ്യൂഷനും ഉണ്ടായിരിക്കാം. സോ എൻ്റെ സ്കിൻ ടൈപ്പിന് ഏത് ചേരും, അല്ലെങ്കിൽ എനിക്ക് ആക്നീസും പിമ്പിൾസും ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ഇതിൽ സ്യൂട്ട് ആവുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലും അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ബെൻസോയിൽ പെറോക്സൈഡും സാലിസിലിക് ആസിഡും ഇത് രണ്ടും തന്നെ മെയിൻലി ആക്നീസ് പിമ്പിൾസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ആക്നീസ് കാരണം വരുന്ന ഡാർക്ക് സ്പോട്ട്സിനൊക്കെ റിഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. എന്നാലും മെയിൻലി ആക്നീസ് ട്രീറ്റ് ചെയ്യാനാണ് ഈ രണ്ട് മെഡിസിൻസും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും OTC ആയിട്ട് അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാൻ പറ്റുന്ന രണ്ട് മെഡിസിൻസ് ആണ് ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡും അതുപോലെ തന്നെ സാലിസിലിക് ആസിഡും. സാലിസിലിക് ആസിഡും ബെൻസോയിൽ പെറോക്സൈഡും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് സ്കിന്നാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആക്നീസ് വരുന്ന ടൈപ്പ് ഓഫ് സ്കിന്നാണ്. ആക്നീസ് കാരണം ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൈൽഡ് ആയിട്ടുള്ള മാർക്സ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യാനാണ്. സോ ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒന്നാണ്, അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത് OTC ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്ട്രെങ്തൻ ആയിട്ട് ആക്നി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഇതും പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബെൻസോയിൽ പെറോക്സൈഡ് മെയിൻലി ഏത് ടൈപ്പ് ഓഫ് ആക്നി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചില പസ് ഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അകത്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്ന റെഡ് കളറിലുള്ള ആക്നീസ് വരത്തില്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആക്നീസ് ട്രീറ്റ് ചെയ്യാനാണ് മെയിൻലി ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന എക്സസ് ഓയിൽ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്ത് ആക്നി റെഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ആക്നി കോസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെ കിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇനി ഇതിന് രണ്ടിനും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് വെച്ചാൽ മെയിൻലി ഇത് രണ്ടും സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രഗ്നൻസി ടൈമിലൊക്കെ ആയാലും സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മെഡിസിൻസ് ആണ് സാലിസിലിക് ആസിഡും ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് മെയിൻലി ഒരു സൈഡ് എഫക്ട്സ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈനെസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഫേസിലെ എക്സസ് ഓയിലിനെ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡ്രൈനെസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സാലിസിലിക് ആസിഡും ബെൻസോയിൽ പെറോക്സൈഡും രണ്ടും തന്നെ ഡ്രൈനെസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡിനെക്കാളും ബെൻസോയിൽ പെറോക്സൈഡ് ആണ് ഒന്നുകൂടി കൂടുതലായിട്ട് ഫേസിൽ ഡ്രൈനെസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നിൽ ആക്നീസ് വരുന്ന ടൈപ്പ് ഓഫ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ചിലപ്പോൾ നല്ല ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിൻ ആണ്. സോ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിലോ അല്ലെങ്കിൽ ക്ലോത്തിലോ ഒക്കെ അത് പറ്റുകയാണെങ്കിൽ അവിടെ ബ്ലീച്ച് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. എവിടെയാണ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം യൂസ് ചെയ്യുക. കൈ നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ബെൻസോയിൽ പെറോക്സൈഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഇപ്പോൾ ഏത് ചൂസ് ചെയ്യേണ്ട ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സിവിയാരിറ്റി, ആക്നിയുടെ സിവിയാരിറ്റി. ഇപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ എന്താ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ ആണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആണ്, ആക്നീസ് ആണ്. സോ ഇങ്ങനത്തെയൊക്കെ കേസ് നമുക്ക് സാലിസിലിക് ആസിഡ് ചൂസ് ചെയ്താൽ മതി. പക്ഷേ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ആക്നീസ്, അതായത് പാസ്റ്റൂൾസ് പോലത്തുള്ള ആക്നീസ് ആണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കണം. സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ചൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നല്ല കെയർഫുൾ ആയിട്ട് വേണം ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ റൊട്ടീൻ, അതായത് നിങ്ങൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരാണ്, സോ വെയിലത്ത് ജോലി ചെയ്യുന്നവരാണ്, ഇങ്ങനത്തെയൊക്കെ ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെഡിസിൻസ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചൂസ് ചെയ്യാൻ. ഈ ഒരു മെഡിസിൻസ് എല്ലാം തന്നെ നമ്മുടെ സൺ സെൻസിറ്റിവിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് സൺബേൺ ഉണ്ടാവാനും പിഗ്മെന്റേഷൻ ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതിൻ്റെ ബേസിസിലായിരിക്കണം ഇങ്ങനെയുള്ള മെഡിസിൻസ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഇനി ഈ ഒരു മെഡിസിൻസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, മിക്കവരും ചോദിക്കുന്നതാണ്. ഇപ്പം ബെൻസോയിൽ പെറോക്സൈഡ് സാലിസിലിക് ആസിഡ് ഒരുമിച്ച് ഉപയോഗിക്കാവോ, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് റെറ്റിനോയിൻ ഒരുമിച്ച് ഉപയോഗിക്കാവോ, ഇങ്ങനെ പല ഡൗട്ട്സും വരാറുണ്ട്. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മിനിമൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇറിറ്റേഷൻസും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിമൽ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
സാലിസിലിക് ആസിഡിന്റെ ഒരു ടൈപ്പ് ഇപ്പം പല ഫോംസിൽ കിട്ടും. ഫേസ് വാഷ് ഉണ്ട്, സെറംസ് ഉണ്ട്, ക്രീംസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫോം ചൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നതെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ വല്ലതും സാലിസിലിക് ആസിഡ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. കാരണം അങ്ങനെ എല്ലാ പ്രോഡക്ട്സിലും നിങ്ങൾ സാലിസിലിക് ആസിഡ് ഉള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡിന്റെ ജെല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ ഫേസ് വാഷ് ചൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. ഒരേ സമയത്ത് ഇപ്പോൾ സെയിം പ്രോഡക്ട്സ് ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിലും ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം ടൈമിൽ തന്നെ ബെൻസോയിൽ പെറോക്സൈഡും ചൂസ് ചെയ്യുകയാണെങ്കിലും ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാ പ്രോഡക്ട്സും ഇങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം. ഇപ്പോൾ രണ്ട് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല രണ്ട് സമയത്തായാലും. ചിലപ്പോൾ ഇപ്പോൾ മോർണിംഗ് നൈറ്റ്, ഇപ്പോൾ മോർണിംഗ് നിങ്ങൾ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നു, നൈറ്റ് ഇപ്പോൾ നിങ്ങൾ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെ വന്നാലും ചില സ്കിൻ ടൈപ്പിന് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ സിവിയറിറ്റിയുടെ ബേസിസിൽ ചിലപ്പോൾ ആക്നീസിന്റെ അത്ര സിവിയർ ആയിട്ടുള്ള ആക്നീസ് ഉള്ള കേസസിലൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടായിരിക്കും രണ്ട് പ്രോഡക്ട്സ്. അത് രണ്ട് സമയത്തായിരിക്കും കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, മോർണിംഗും നൈറ്റും ഒക്കെ. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ അത്രയും സിവിയർ ആയിട്ടുള്ള ആക്നീസ് ഒന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ സാലിസിലിക് ആസിഡ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സോ രണ്ട് നേരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, മോർണിംഗും നൈറ്റും. ഇത് അത്ര മൈൽഡ് ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഇല്ല. ഇനി നിങ്ങൾ ബിഗിനർ ആണ് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഒരു സമയത്ത് യൂസ് ചെയ്താലും മതി. നൈറ്റിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ നൈറ്റ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തതിന് ശേഷം ഒരു 5 to 10 minutes ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ഡ്രൈ ആയതിനു ശേഷം അതിനൊരു മോയ്സ്ചറൈസറും കൂടി മുകളിലായിട്ട് യൂസ് ചെയ്താൽ ഓവർ ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നിങ്ങൾ ബെൻസോയിൽ പെറോക്സൈഡ് ചൂസ് ചെയ്തേക്കുന്നെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എപ്പോഴും ഒരു ചെറിയൊരു സ്ട്രെങ്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഒരു ഫേസ് വാഷിൽ നിന്നാണ് ബെൻസോയിൽ പെറോക്സൈഡ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കുറച്ച് നാൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 2.5% ആയിട്ടുള്ള ഒരു ജെൽ ഫോമിലേക്ക് മാറാം. പിന്നെ ഒരു 5% ആയിട്ടുള്ള ഒരു ജെൽ ഫോമിലേക്ക് വേണമെങ്കിലും മാറാം. സോ ആദ്യം നിങ്ങൾ എപ്പോഴും ചെറിയൊരു സ്ട്രെങ്ത് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 2.5% ഉള്ള ഒരു ജെല്ലാണ് യൂസ് ചെയ്തത്, ഒരു 6 months അല്ലെങ്കിൽ ഒരു 3 months ഒക്കെ യൂസ് ചെയ്തു, നിങ്ങൾക്ക് വലിയൊരു മാറ്റം കാണുന്നില്ല, നല്ല ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5% ഉള്ള ഒരു ജെൽ ഫോം ചൂസ് ചെയ്യാവുന്നതാണ്. സോ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്ര വലിയൊരു മാറ്റം ഇല്ല അല്ലെങ്കിൽ കുറച്ച് നാൾ ഇത് യൂസ് ചെയ്ത് കുറച്ചുകൂടി സ്ട്രെങ്ത് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ചൂസ് ചെയ്യാം. പക്ഷെ ആദ്യമേ നമ്മൾ 10% ചൂസ് ചെയ്താൽ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ പതുക്കെ അത് സ്ട്രെങ്ത് കൂട്ടാവുന്നതാണ്. സോ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ബെൻസോയിൽ പെറോക്സൈഡ് നമുക്ക് 2 നേരം യൂസ് ചെയ്യാവുന്ന മെഡിസിൻ ആണ്. മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഒരു നേരം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പതുക്കെ അത് 2 നേരത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓരോ ദിവസം ഇടവിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ റെറ്റിനോൾസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സമയത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് മോർണിംഗ്, റെറ്റിനോയിഡ് നൈറ്റ്, ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.